എല്ലാവർക്കും ഇൻഫോട്ടിക്കിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാരെ, ഞാൻ നിങ്ങൾക്കൊരു വീഡിയോ കാണിച്ചു തരാം. അത് ഫേക്ക് ആണോ റിയൽ ആണോ എന്ന് നിങ്ങൾ തന്നെ പറയട്ടാ. ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. കുറേ പേര് കുപ്പി വെച്ചിട്ട് നമ്മുടെ കണമ്പിനെ പിടിക്കുന്ന വീഡിയോ. അപ്പോൾ നമ്മളെ കുറേ നാളായി വിചാരിക്കണം, ഇങ്ങനെ കുപ്പി വെച്ച് ചുമ്മാ വന്ന് മീൻ കയറി അതിൻ്റെ ഉള്ളിൽ ഇരിക്കോ, കയറിയ മീൻ ഇറങ്ങിപ്പോകൂലേ. അപ്പോൾ ഞാൻ ഇതുവരെ വിചാരിച്ചായിരുന്നു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫിഷിംഗ് മെത്തേഡ് ഫേക്ക് ആണെന്നാണ്. പക്ഷേ നമ്മൾ ഫേക്കാണ്, നമ്മൾ ചെയ്ത് നോക്കാതെ ഫേക്ക് ആണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ കുറേ പേർക്ക്, കേരളത്തിൽ തന്നെ ഒരുപാട് പേർക്ക് ഡൗട്ടുള്ളൊരു കാര്യമായിരിക്കും, ഇത് ഫേക്ക് ആണോ, ഒറിജിനലായിട്ട് മീൻ കിട്ടോ ഇല്ലയോ എന്നുള്ള കാര്യമൊക്കെ. യൂട്യൂബിൽ ഇൻസ്റ്റാഗ്രാമിലൊക്കെ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേര് ഈ മെത്തേഡിൽ മീൻ പിടിക്കുന്നുണ്ട്. അതായത് നോർത്തിലാണെങ്കിലും തമിഴ്നാട്ടിലാണെങ്കിലും നമ്മുടെ കേരളത്തിൽ തന്നെ നമ്മുടെ മടിയനും മടിയില്ലാത്തവനും അവന് ഒരുപാട് പേര് ഈ ഒരു മെത്തേഡിൽ മീൻ പിടിക്കുന്നുണ്ട്. അപ്പോൾ അത് റിയൽ ആണോ ഫേക്ക് ആണോ, നമുക്ക് ആ ഒരു രീതിയിൽ പിടിക്കാൻ പറ്റുമോ? എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്താലല്ലേ അത് റിയൽ ആണോ ഫേക്ക് ആണോ എന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ എന്തായാലും മച്ചന്മാരെ, ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്നറിയോ, ആ ഒരു കുപ്പി ട്രാപ്പിട്ട് മീനെ പിടിക്കല്. അപ്പോൾ എന്തായാലും പണികൾ തുടങ്ങാൻ നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് വിട്ടാലാ. അപ്പോൾ മച്ചന്മാരെ, നമ്മുടെ പണി തുടങ്ങുകയാണ്. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട സാധനം ഇതാണ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിലേ വണ്ണം കുറഞ്ഞ് നീളമുള്ള കുപ്പിയാണ്. സാധാരണ നമ്മുടെ കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ മോര് വിൽക്കാനായിട്ട് മിക്കവാറും ഈ കുപ്പിയിലാണ് വെച്ചിട്ടുണ്ടാവുക. അപ്പോൾ വെള്ളം അടപ്പമുള്ള കുപ്പി നോക്കിയെടുത്താൽ അത്രയും നല്ലത്, റിസൾട്ട് കൂടുതൽ കിട്ടും. അപ്പോൾ നമുക്ക് ആദ്യം വേണ്ട സാധനം നമ്മുടെ സ്വന്തം കുപ്പി. ഇനി നമുക്ക് വേണ്ടത് വെയിറ്റ് ആണ്. നമ്മുടെ വീശുവലയുടെ കടിയിലുണ്ടാവണ ഈയത്തിൻ്റെ മണിയാണിത്. ഇത് രണ്ടെണ്ണം നമുക്ക് വേണം. ഇനി നമുക്ക് വേണ്ട ടങ്കീസാണ്. ഇത് നമ്മൾ 50ൻ്റെ ടങ്കീസാണ് എടുത്തിരിക്കുന്നത്. അങ്ങനെ നോക്കണമെന്നൊന്നുമില്ല, നമുക്ക് ഏത് ടങ്കീസ് വേണമെങ്കിലും കൊടുക്കാം. ടൂൾസ് ആയിട്ട് നമുക്ക് വേണ്ടത് തെർമോകോൾ കട്ടിംഗ് ബ്ലേഡ് അല്ലെങ്കിൽ കത്രിക. പിന്നെ നമുക്ക് ഹോൾ ഇടാൻ ഒന്നില്ലെങ്കിൽ സോൾഡറിങ് ചെയ്യാൻ, അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കമ്പി പഴിപ്പിച്ചെടുത്താലും മതിയേ. അപ്പോൾ ഇതേ പണി നമുക്ക് തുടങ്ങാം കേട്ടോ. അപ്പോൾ നമ്മൾ നീളമുള്ള കുപ്പി മോരിൻ്റെയാണ് എടുത്തിരിക്കുന്നത്. ഇതിൻ്റെ ഒരു അറ്റം നമുക്ക് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മളിതേ ബ്ലേഡ് വെച്ച് ഇങ്ങനെ വട്ടത്തിൽ ഇത് കട്ട് ചെയ്തെടുക്കുകയാണേ. അങ്ങനെ 3 വശം കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇനി ഹോൾ ഇടുന്ന പരിപാടിയാണ്. സോൾഡറിങ് ആണ് നമ്മൾ നല്ല ചൂടാക്കിയതിന് ശേഷം നമ്മൾ നേരെ ഹോൾ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ സോൾഡറിങ് ആണ്, ഇല്ലെങ്കിൽ നേരെ ഒരു കമ്പി എടുക്കുക, പഴുപ്പിക്കുക, അതിനുശേഷം ഇതേപോലെ അങ്ങോട്ട് ഹോൾ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് 2 ലെയറാണ് നമ്മൾ ഹോൾ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ 2 ലെയർ എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് നൂല് കെട്ടാനുള്ള ആ ഒരു ഹോൾ നമുക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുപ്പിയുടെ അറ്റം ചേർന്നിട്ട് നമ്മളിത് ഓപ്പോസിറ്റ് സൈഡിൽ വരുന്ന രീതിയിൽ 2 ഹോളങ്ങൾ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ചെറിയൊരു ഹോൾ കൂടി ഇടണം. അതെന്തിനാണെന്നറിയോ, നമുക്ക് വെയിറ്റ് കെട്ടാൻ വേണ്ടിയാണ്. നമ്മൾ ആദ്യം കാണിച്ച വെയിറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെറിയ ഹോൾ ഇട്ട് കൊടുക്കണം കേട്ടോ. ഇനി നമുക്ക് ഇതിൽ ഈയം കെട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഇത് ഈയം കിട്ടാനായിട്ട് ഇനി ടങ്കീസിൻ്റെ പരിപാടിയാണ്. ടങ്കീസിൻ്റെ ഒരു ചെറിയ പീസ് കട്ട് ചെയ്തിട്ട് നേരെ നമ്മുടെ ഈയത്തിൻ്റെ നടുക്കുള്ള ഹോളി കൂടെ കയറ്റി ഒരു ചുറ്റും കൂടി അതിലിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നല്ല ടൈറ്റായിട്ട് അവിടെ ഇരുന്നോളൂ കേട്ടോ. ഇനി നമ്മൾ ഇട്ട ആ ഒരു കുഞ്ഞി ഹോളില്ലേ ഈയം കെട്ടാന്ന് പറഞ്ഞ്, അതിലേക്ക് നേരെ നമ്മൾ ടങ്കീസ് ഇട്ട് ഈയം നമ്മൾ കെട്ടി വെക്കുകയാണ്. കാരണം ചെറുതായിട്ട് ഒഴുക്കുള്ള സ്ഥലത്തേക്കാണ് മീൻ കൂടുതൽ കിട്ടാൻ ചാൻസ്. അപ്പോൾ നമ്മൾ അങ്ങനത്തെ സ്ഥലങ്ങളിടുമ്പോൾ കുപ്പി പെട്ടെന്ന് താഴ്ന്ന് നമുക്ക് കിട്ടണം, അതായത് ഒലിച്ചു പോവാതെ താഴണം. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വെയിറ്റ് കെട്ടിയിടുന്നത്. ഇത് മെയിൻ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്, എന്നാലേ നമുക്ക് നല്ലൊരു റിസൾട്ട് കിട്ടുള്ളൂ കേട്ടോ. ഇനി അടുത്തത് നമ്മളുടെ കുപ്പിയുടെ വായ് ഭാഗത്ത്, അതായത് ആ നെക്കിൻ്റെ ഭാഗത്ത് നമ്മൾ കെട്ടിയെടുക്കുകയാണ്. ഇനി നമുക്ക് ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്ക് ആ ഒരു അറ്റത്ത് കണക്ട് ചെയ്യണം. അതായത് നമ്മുടെ കയ്യിൽ പിടിക്കാനുള്ള ഹാൻഡ് പീസിലേക്ക് നമുക്ക് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ നമ്മൾ ആ 2 ഹോളുകളിലായിട്ട് അത് കറക്റ്റായിട്ട് ഇടുക. അപ്പോൾ നമ്മൾ ടങ്കീസ് എടുക്കുമ്പോൾ അധികം കെട്ടി പിടിക്കാത്ത ടൈപ്പ് ടങ്കീസ് എടുത്തു കഴിഞ്ഞാൽ വളരെ നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ നമ്മളത് 2 സൈഡിലും സംഭവം കെട്ടി റെഡിയാക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മുടെ അടുത്ത പണി വരുന്നത്. എക്സസ് നിൽക്കുന്ന ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്യാം. അപ്പോൾ ഇത്രയും പണികൾ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ നൂല് എക്സ്റ്റെൻഡ് ചെയ്യുന്ന പരിപാടിയാണ്. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരേ ലെവലിൽ ഇങ്ങനെ പിടിച്ചിട്ട് നമ്മളിവിടെ ഒരു കെട്ടിടാട്ടോ. അപ്പോൾ നമുക്ക് പിന്നീട് അത് സൈഡ് തിരിഞ്ഞ് പോയി അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ കെട്ടിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇതിൻ്റെ ഉള്ളിൽ നൂല് കെട്ടിയെടുത്താൽ മതിയേ. അങ്ങനെ മച്ചന്മാരെ, നോക്ക്, നമ്മളുടെ ഫിഷ് ട്രാപ്പ്, കുപ്പി ഫിഷ് ട്രാപ്പ് കണമ്പിന് പിടിക്കാനുള്ളതാണ്, റെഡി ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മുടെ ആവശ്യത്തിന് എത്രത്തോളം ആഴമുള്ള സ്ഥലത്താണ് നമ്മൾ ഇടുന്നത്, അതിനനുസരിച്ച് നമ്മൾ ടങ്കീസ് ഇതിൽ നിന്ന് വലിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള അളവിൽ നമ്മളിനി കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അതുകൂടി കഴിഞ്ഞ് നമ്മുടെ പരിപാടി കഴിഞ്ഞു. പിന്നെ നമ്മൾ മീൻപിടുത്തമാണ്. അപ്പോൾ നമ്മൾ കുറച്ച് ടങ്കീസ് എടുത്തിട്ട് നേരെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മളുടെ കുപ്പിയുടെ ഈ ഒരു അറ്റമില്ലേ, ഈ അറ്റത്ത് കെട്ടിയിരിക്കുന്ന ടങ്കീസിൻ്റെ അറ്റത്ത് നമ്മളൊരു തെർമോക്കോളിൻ്റെ പീസ് കൂടി കെട്ടിയിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ തന്നെ തെർമോക്കോൾ പൊന്തി കിടക്കും. അതുവഴി നമുക്ക് നൂല് വലിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ കുപ്പി ഫിഷ് ട്രാപ്പ് റെഡിയായ സ്ഥിതിക്ക് ഇനി നമ്മൾ ഇത് വെച്ച് മീൻ പിടിക്കാൻ പറ്റുമോ, നമുക്ക് മീൻ പിടിച്ചാൽ കിട്ടുമോ എന്നുള്ള കാര്യം നോക്കാൻ പോവാണ്. അപ്പോൾ നമ്മൾ നേരെ സ്പോട്ടിലേക്ക് പോവാണ്. അഴീക്കോടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നേരെ നമ്മൾ പോയിട്ട് മീൻ കിട്ടുമെന്നുള്ള കാര്യം നോക്കാനായിട്ട് പോവാണ്. പോവല്ലേ? യെസ്. അങ്ങനെ നമ്മളുടെ കുപ്പി ചൂണ്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ് നമ്മൾ വന്നപ്പോൾ നേരെ ഇത്തിരി ഇരുട്ടി. അപ്പോൾ നമുക്ക് ഇന്ന് മൈദ ഉണ്ടോ നമ്മൾ ഇരയായിട്ട് ഇതിലിടുന്നത്.
അപ്പോൾ ദേ നമ്മുടെ ചേട്ടന്മാരൊക്കെ ഇന്നുണ്ട് ഇവിടെ പിടുത്തം തുടങ്ങിയിട്ടാ. അപ്പോൾ നമ്മളും തുടങ്ങാണ് ഇനി. അപ്പോൾ ദേ ഈ കാണുന്ന കുപ്പിയിൽ ഇനി മീൻ എങ്ങനെ കയറുമെന്ന് ഞാൻ കാട്ടിത്തരാട്ടാ. അപ്പോൾ ആദ്യത്തെ പണി എന്താണെന്ന് അറിയോ, നമുക്കിതിൽ കുറച്ച് വെള്ളം കൊടുക്കണം. അപ്പോൾ നമ്മൾ ഇടാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് നിന്ന് തന്നെ ഇത് മുക്കിയിട്ടിട്ട് കുറച്ച് വെള്ളം എടുത്ത് നേരെ പൊക്കുകയാണ്. കണ്ടാ, ഇത്രയും വെള്ളത്തിൽ കയറിയാൽ മതിയേ. ഇനി ഇതേ മൈദിരണ പരിപാടിയാണ് കേട്ടാ. അപ്പോൾ ഓൾറെഡി ഇവിടെ ചേട്ടന്മാരെ ഒരു സ്പൂണുമ്മ കെട്ടി വെച്ചേക്കണം കേട്ടാ. അപ്പോൾ നേരെ നമ്മുടെ അളവിനുള്ളതാണ് 2 സ്പൂണുണ്ട കണക്ക്. 2 സ്പൂണ് മൈദ എടുത്ത് നേരെ ഇതിൻ്റെ ഉള്ളിൽ ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ അതേ ഒരു വടിക്കഷ്ണം വെച്ച് നേരെ ഒന്ന് കലക്കി കൊടുക്കുക. താങ്ക്സ്. കണ്ടാ, ഇത്രേ ഉള്ളൂ പരിപാടി. ഇനി ഇത് വെള്ളത്തിലേക്ക് നമ്മൾ ഇറക്കുകയാണ്. പരമാവധി കട്ടില്ലാണ്ട് കാണിച്ചു തരണം എനിക്ക് ആഗ്രഹം കേട്ടോ. ഇതേ അപ്പോൾ നമ്മളിതേ വെള്ളത്തിലേക്ക് ഈ മൂല ചേർത്ത് അങ്ങോട്ട് ഇട്ട് കൊടുക്കാം അല്ലേ. കണ്ട സംഭവം മുങ്ങിപ്പോയിട്ടുണ്ട്. ഇനി വെയിറ്റിംഗ് ആണ്. മാക്സിമം ഞാൻ നോക്കട്ടെ കേട്ടോ, കട്ടില്ലാണ്ട് കാണിച്ചു തരാൻ പറ്റുമെന്ന്. എത്രത്തോളം എനിക്ക് വർത്തമാനം പറഞ്ഞ് നിൽക്കാൻ പറ്റുമെന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോൾ ഇതേ നമ്മൾ വെയിറ്റിംഗ് ആണ്. പ്രവീണേ, ഇതിൻ്റെ അടിയിൽ ആരും ഇല്ലെന്ന് കാണിച്ചു കൊടുത്തേ കിട്ടാ. ചിലപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ആൾ നിർത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞോളൂ. തമാശ പറഞ്ഞാണേ. അപ്പോൾ അതേ വെള്ളത്തിലേക്ക് വെട്ടടിച്ച് കഴിഞ്ഞാൽ മീൻ കയറുമെന്ന് എനിക്കറിയില്ല. നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാം. ഓ ഇല്ല ഇല്ലടാ, പിള്ളേരെ കിട്ടിയാൽ നമുക്ക് സുഖമായിട്ടാ. കലക്കിൽ പിള്ളേർ സെറ്റായിക്കോളും. ആ മുങ്ങിപ്പോട്ടെ. കൊടുങ്ങണ്ടായിരുന്നു. ചെലപ്പുണ്ടാവൂടാ, ചെലപ്പുണ്ടാവും. ഉണ്ട്, കിട്ടി മോനെ. ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ് സുഹൃത്തുക്കളെ. മര്യാദക്ക് പുറത്തേക്ക് ചാടാനാണ് നിനക്ക് നല്ലത്. അങ്ങനെ ദേ നമ്മുടെ ആദ്യത്തെ മീൻ അടിച്ചിരിക്കുകയാണ്. നമ്മൾ ലൈറ്റ് ഉള്ളിലേക്ക് അടിക്കാനുള്ള കേട്ടാ. അവിടെ ഇരിക്കി, അടുത്തത് സെറ്റാക്കാം. ഇനി ഈ മീൻ കിട്ടുന്നത് കാണിക്കാൻ നമുക്ക് വെള്ളത്തിലേക്ക് വെട്ടടിച്ച് കഴിഞ്ഞാൽ മീൻ പോകും. അതുകൊണ്ടാണ് നമ്മൾ മീൻ കിട്ടുന്ന സമയത്ത് സെറ്റാക്കാത്തത്. അപ്പോൾ അതെ അടുത്ത മീനെ പറ്റുകയാണെങ്കിൽ വെള്ളത്തിൽ നിന്ന് പൊക്കുമ്പോൾ തന്നെ ലൈറ്റ് അടിച്ച് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് അവിടെ കിടക്കട്ടെ. കയറിയാ ഉണ്ട് ഇല്ല ഉണ്ട്. അതെ അടുത്ത് കിട്ടിയിരിക്കുകയാണ്. നമുക്ക് ഒരെണ്ണം കിട്ടിയിട്ടുള്ളൂ കേട്ടാ. പുള്ളിക്ക് പടപെടാന്ന് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്. എക്സ്പീരിയൻസ്ഡ് ആണ് അവർ, നമ്മ പാവങ്ങൾ. സത്യം പറഞ്ഞാൽ പുള്ളിയാണ് നമുക്ക് ഗൈഡൻസ് തന്നത് കേട്ടാ ഇങ്ങനെ പിടിക്കാനുള്ളത്. സാധാരണ ഇങ്ങനെ കണമ്പിനെ പിടിക്കാറുള്ളതേ പകലാണ്, പക്ഷെ രാത്രി നമ്മൾ പിടിച്ചു കണ്ടിട്ടില്ല അല്ലേ. അതെ അല്ലേ. അപ്പം നമ്മളിപ്പോൾ രാത്രിയാണ് പിടിക്കണത്. എടാ അവിടേക്ക് വെട്ട ഇത്തിരി വെട്ടം ഇത്തിരി വെട്ടം ആയി. അടുത്ത മീൻ കിട്ടിയിരിക്കുകയാണ്. കണമ്പിടി. അമ്പാ രണ്ടാമത്തെ മീൻ കിട്ടിയിട്ടാ. അപ്പം അത് ഓരോ തവണ നമ്മളിങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കണം കേട്ടാ. പിന്നെ കുറച്ച് നേരം നമ്മൾ ഇട്ടുകൊണ്ടിരിക്കുമ്പോഴേ സംഭവം വെള്ളത്തിൽ അലിഞ്ഞു പോവും. അപ്പം നമ്മൾ കലക്കുന്നു ഇടുന്നു തന്നെ പരിപാടി. അപ്പോൾ നമുക്ക് വെള്ളത്തിൽ നിന്ന് മീനെ കയറ്റണത് ഭയങ്കര ക്ലിയർ ആയിട്ട് കാണിക്കാൻ സത്യം പറഞ്ഞാൽ ഇതുവരെ പറ്റിയിട്ടില്ല. കാരണം കുറേ നേരം നമ്മൾ വെയിറ്റ് ചെയ്ത് കഴിയുമ്പോൾ മീൻ കയറണത്. അപ്പോൾ അത് ഇത്രയും പേര് ഇവിടെ ഉണ്ട്. എടാ മീൻ കിട്ടണില്ലേ? ആ അത്രേ ഉള്ളൂ, ഞാൻ പറഞ്ഞു പറയിപ്പിച്ചാണ്. ദേ ഒറ്റയടിക്ക് 2 എണ്ണം കയറിയേക്കണ്. അമ്പോ ഇത് കണ്ട, ഒരു കുപ്പിയിൽ 2 മീനിട്ടാ. ഒരു കുപ്പിയിൽ 3 എണ്ണം വരെ കയറാറുണ്ടല്ലേ. ഒരു കുപ്പിയിൽ 3 എണ്ണം വരെ ഒരുമിച്ച് കയറാറുണ്ട്. കണ്ട 2 എണ്ണം. അമ്പാ ഇവിടെ പണ്ട് ഭയങ്കര ആഴമായിരുന്നു. കാരണം ഇവിടെ വീശണ സ്ഥലമായിരുന്നു. ഈ കണ്ട കാട് കണ്ട. ഇപ്പൊ ആ പഴയ വീശിക്കാരൊക്കെ ഇപ്പൊ ഒരേ എനിക്ക് ഉറപ്പില്ല.
സാധനമുണ്ട് അങ്ങനെ നമ്മുടെ മൂന്നാമത്തെ. ഓ എൻ്റെ പൊന്നു, ചാടി പോവരുത്, കൊട്ടച്ചടിക്കൊള്ളു. മൂന്നാമത്തെ മീനും കിട്ടിയേക്കാണ്. അതെ സംഭവം ഇത്ര വലിപ്പമുണ്ട് കേട്ടോ. നമ്മൾ കാണുമ്പോൾ ചെറുതാണെങ്കിലും വലിപ്പമുണ്ട് സാധനത്തിന്. കിട്ടി സാധനമുണ്ട്. സമയമായി അതിനടുത്ത് ഇതിലിട്ടോ മോനെ. അയ്യോ വെള്ളം എടുക്കാൻ മറന്നുപോയി. അപ്പോൾ ദേ ആവേശം കൂടി കഴിഞ്ഞപ്പോൾ വെള്ളം എടുക്കാൻ വരെ മറന്നുപോയി. അപ്പോൾ കുറച്ച് വെള്ളം ഇതിൽ നിന്ന് എടുത്തിട്ട് വേണം കേട്ടോ. ലക്ഷം വെള്ളമാവോ സാധനം കിട്ടി തുടങ്ങിയ പിന്നെ ഇൻട്രസ്റ്റ് ആണ്. കുറച്ച് കൂടുതലൊക്കെ ഇടണ്ട കേട്ടോ പൊടി. ഇനി ഒന്നും നോക്കണില്ല. സാധനം ഇൻട്രസ്റ്റ് ആയി. അപ്പോൾ ദേ നമ്മുടെ മീൻപിടുത്തം തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് മീൻ കിട്ടുന്നത് കാണാൻ വന്നിട്ട് പിള്ളേര്. കിട്ടുമോ ഇനി? കിട്ടുമല്ലേ? കിട്ടും. ഇപ്പം നമ്മൾ വന്നിട്ട് മീൻ പിടിച്ചു തുടങ്ങിയിട്ട് ഏകദേശം ഒരു മണിക്കൂറായിട്ടാണ് നമുക്ക് കിട്ടിയത്. 4 കണമ്പിനെയാണ്, 4 എണ്ണത്തിന്. ഇനിയും കിട്ടും നമുക്ക്, വെയിറ്റിംഗ് ആണ്. അടിച്ചു മോനെ. അങ്ങനെ 5ാമത്തെ മീൻ ആയി. സമയം കൂടുന്തോറും പ്രവണേ മീനുണ്ട് തോന്നണട്ടാ. ഓ ഇല്ലടാ, ദേ അതിലുണ്ട് അപ്പുറത്തേലുണ്ട്. ദേ എൻ്റെ കയറിയത് ഇറങ്ങി അപ്പുറത്ത് കയറി തോന്നണേ. ഇവിടെ നിന്ന് വന്ന ആൾ അപ്പുറത്തോട്ട് പോയിട്ടാ. അടിപൊളി. നോക്കിയാ കിടക്കാച്ച വലിപ്പുണ്ടല്ലേ, നല്ല സൈസുള്ള സാധനമുള്ളത്. ചെറുത് വലിപ്പുണ്ടാ. ഇനി ആരും ഉടായിപ്പെന്ന് പറയുന്നത് ഇത്രയോ അധികം ആൾക്കാരുടെ മുമ്പിൽ വെച്ചാണ് നമ്മ സാധനം പിടിക്കണത്. സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിട്ട് പിടിക്കണവരെ ഞാൻ കണ്ടായിരുന്ന വീഡിയോ ഉടായിപ്പെന്ന് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ നമുക്ക് കിട്ടുമ്പോഴാണ് അറിയണത് സംഭവം ഒറിജിനലാണ്, വർക്കിംഗാണ്. ഇട്ട് വെച്ചേക്കായിരുന്നു മക്കളിപ്പോ ഫോട്ടോ എടുക്കാട്ടാ. ഇനി ഫോട്ടോ എടുക്കാം. അങ്ങനെ ഇന്നത്തെ നമ്മുടെ കുപ്പിച്ചൂണ്ട ഇടൽ അവസാനിപ്പിച്ചിരിക്കുകയാണ്. സംഭവം സക്സസ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യമായിട്ടാണ് കുപ്പിച്ചൂണ്ട ഇട്ടിട്ട് മീനെ പിടിക്കുന്നത്. ബ്രോ ആണ് നമുക്ക് വേണ്ട ഹെൽപ്പൊക്കെ ചെയ്തു വന്നത്. അതായത് ഇതിനെപ്പറ്റി ഞാൻ ചൂണ്ടിടാൻ പോയപ്പോൾ കണ്ടുമുട്ടിയതാണ്. അപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ ബ്രോ സ്വയം പരിചയപ്പെടുത്തിയത് കറമ്പൻ എന്നാണ്, മണിച്ചേട്ടൻ്റെ വലിയ ഫാനാണെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ കറമ്പൻ ആ പേര് പറഞ്ഞാൽ എനിക്ക് അങ്ങനെ പ്രശ്നങ്ങളോ അത്ഭുതങ്ങളോ തോന്നുന്നില്ല. കാരണം ഓരോരുത്തരുടെ പേര് തീരുമാനിക്കാം. മണിച്ചേട്ടൻ്റെ ഭയങ്കര ഫാനാണ്. കറുപ്പിന് 7 അഴകാണെന്ന് ഞാനപ്പോൾ പറഞ്ഞ് അല്ലേ. അപ്പോൾ ഇന്ന് ഇതേ നമുക്ക് ഇത്രയധികം മീനെ കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതേ നോക്കി നമ്മുടെ കണമ്പ് മീൻ. ഈ മീൻ ഇപ്പോൾ മാർക്കറ്റിൽ എത്ര രൂപ വരും കിലോക്ക്? 450 വരെ ഉണ്ടായിരുന്നു. 320. അത്യാവശ്യം വലിപ്പമുള്ള കണമ്പുണ്ട്. കണ്ടോ ഇത്ര വലിപ്പം വരുന്നുണ്ട്. നോക്കി ഇത്ര വലിപ്പമുള്ള കണമ്പാണ് നമുക്ക് ഇന്ന് കിട്ടിയത്. ഏകദേശം 1.5 മണിക്കൂറോളം നമ്മൾ നിന്ന് പിടിച്ചിട്ട് കിട്ടിയ സാധനമാണ് ഇത് കാണുന്നത്. ഞാൻ എന്തായാലും തൂക്കി കാണിച്ചു തരാം കേട്ടോ പറ്റുകയാണെങ്കിൽ. അപ്പോൾ ഇത്രയധികം മീനാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഭയങ്കര ഹാപ്പി. അപ്പോൾ കുപ്പിച്ചുകൊണ്ട ഒരിക്കലും ഫേക്കല്ല സംഭവം. മീൻ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അത് പുറത്തേക്ക് പോകുന്നില്ല. നമ്മൾ വിചാരിക്കും ഈ മീന എന്താണ് നമ്മൾ കിട്ടുമ്പോൾ ലൈവായിട്ട് നമുക്ക് പെട്ടെന്ന് എടുത്ത് കാണിക്കാൻ പറ്റാത്തതെന്ന്. മിക്കവാറും ക്യാമറ നമ്മൾ ഓണായിരിക്കില്ല. പിന്നെ അതിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അധികം നേരം വെക്കില്ല. ഉള്ളിൽ കയറി കഴിഞ്ഞാൽ പുറത്ത് ഇറങ്ങാറില്ല. പക്ഷേ നമ്മൾ അധികം നേരം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലേ സംഭവം ചിലപ്പോൾ പുറത്ത് പോകുന്നുള്ളൊരു പേടി വന്നാറിനാണ് നമ്മൾ അങ്ങനെ വെക്കാത്ത. നോക്കി ഇവനൊക്കെ എന്നാലും കിളി പോയി തുടങ്ങിയിട്ടാ. നമ്മൾ പിടിച്ചിട്ടപ്പോൾ ഉള്ള ആ ഒരു പിടപ്പൊന്നുമില്ല. പക്ഷേ സംഭവം ഇതെന്തോരം ഉണ്ടാവും വെയിറ്റ്? 2 ഉണ്ടാവോ? 1.5 ഉണ്ടാവോ?
1.5 എന്തായാലും 2ന്റെ അടുത്തുണ്ടാവും പ്രതീക്ഷിക്കണ്. അപ്പോൾ എന്തായാലും ഇവനെ കൊണ്ട് നമ്മളൊന്ന് പോവുകയാണ്. ഇനി സ്പോട്ടിൽ തന്നെ ഇരിക്കുള്ളൂ നമ്മൾ. ആ അത് മെയിൻ ഒരു കാര്യം ഉണ്ടാവും. നമ്മൾ സാധാരണ പകലാണ് കുപ്പിച്ചുകൊണ്ടിട്ടിട്ട് മീനെ പിടിക്കണം ഉണ്ടാക്കണേ, പക്ഷേ ഇത് രാത്രിയാണ്. പിന്നെ എന്താ പറയുക, ഇത് എക്സ്പീരിയൻസ് ചെയ്യാത്തടത്തോളം നമുക്കിത് ചിലപ്പോൾ വേണമെങ്കിൽ ഒരു കെട്ടുകഥയോ അല്ലെങ്കിൽ നമ്മൾ ഫേക്കായിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണെങ്കിൽ നിങ്ങൾക്ക് തോന്നാം. പക്ഷേ ഇത്രയും അധികം ആൾക്കാർ നമ്മൾ മീൻ പിടിക്കുന്ന സമയത്തുണ്ടായിരുന്നു, അവരെയൊക്കെ കബളിപ്പിച്ചുകൊണ്ട് നമുക്ക് പിടിക്കാൻ പറ്റും അല്ലേ? അതെന്തായാലും നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ എന്തായാലും സംഭവം സക്സസ്. നമുക്ക് ഇത്രയധികം മീനെ കിട്ടി. പകല് കുപ്പിച്ചുകൊണ്ടിട്ട് മീനെ പിടിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, പക്ഷേ രാത്രിയും നടക്കും. നമ്മുടെ കണമ്പിനെയൊക്കെ രാത്രി നമുക്ക് പിടിക്കാനായിട്ട് പറ്റും എന്നുള്ള കാര്യം ഉണ്ടാ. സംഭവം അടിപൊളി. അപ്പോൾ എന്തായാലും നമ്മൾ അഴീക്കോട് നിന്നാണ് മീൻ പിടിക്കാൻ വന്ന സ്ഥലം. പിന്നെ ഈ സ്ഥലം ഞാൻ അധികം എക്സ്പോസ് ചെയ്യുന്നില്ല, കാരണം എല്ലാവരും കൂടി ഒരുമിച്ച് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നാട്ടിൽ പാലത്തുമ്പോൾ തിരക്കാവും, പ്രശ്നങ്ങളാവും. അതുകൊണ്ട് മാത്രം ഉണ്ടാ. അല്ലാണ്ട് എല്ലാവർക്കും മീൻ കിട്ടട്ടെ എന്ന് തന്നെയാണ് നമ്മുടെ ആഗ്രഹം. പക്ഷേ നമ്മൾ പറഞ്ഞത് കാരണം ഒരു നാട്ടിൽ ബുദ്ധിമുട്ടാവരുത് എന്നതുകൊണ്ട് കറക്റ്റ് സ്ഥലം ഞാൻ പറയുന്നില്ല. സംഭവം അഴീക്കോടാണ്. നിങ്ങളുടെ ഏരിയയിൽ ചിലപ്പോൾ ഇങ്ങനെ കിട്ടാം. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെട്ട് ഡിസ്ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായം നിർദ്ദേശങ്ങൾക്ക് വീഡിയോ താഴെ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. അപ്പോൾ മച്ചാമാരിൽ നല്ല വീഡിയോസ് നമുക്ക് വീണ്ടും കാണുന്ന പ്രതീക്ഷയിലേക്ക് മച്ചാൻ പ്രൈവൻ. അതുപോലെ നമ്മുടെ എല്ലാ മച്ചാമാരുടെ ഒപ്പം ഇറ്റ്സ് മീ ജോസഫ് സൈനിങ് ഔട്ട്. ഔട്ട്രോ പറഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്തിനാ വന്നിക്കണേന്നല്ലേ സംഭവം. നമ്മളുടെ ഇന്നത്തെ ഈ ഒരു ഫിഷിംഗ് വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കാം കേട്ടോ. സംഭവം ഒരിക്കലും ഫേക്ക് അല്ല, റിയൽ തന്നെയാണ്. നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യാത്തടത്തോളം നമ്മുടെ മൈൻഡിൽ ഇത് ഫേക്ക് ആണോ ഇല്ലയോ എന്നുള്ളൊരു ചോദ്യം നിലനിൽക്കും. കാരണം ഇത്ര നാൾ ഞാൻ സ്വന്തമായിട്ടൊരു മീൻ പിടിക്കുന്ന പോലെ എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ഒരു സംശയമാണ്, ഇതൊക്കെ ഉടായിപ്പായിരിക്കും, വെറുതെ മീനെ കുളത്തിട്ട് വെള്ളത്തിൽ ഇട്ടിട്ട് പെട്ടെന്ന് പൊക്കിയെടുക്കണമെന്ന്. ഒരിക്കലും അല്ല, ഇത് റിയൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ്. നമുക്ക് ഇങ്ങനെ മീൻ പിടിക്കാൻ പറ്റും. പിന്നെ കണമ്പ് അല്ലെങ്കിൽ തിരുത ഇനത്തിൽപ്പെടുന്ന മീനുകൾ മാത്രമേ നമുക്ക് ഈ ഫിഷ് ട്രാപ്പിൽ പിടിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ പള്ളത്തി അല്ലെങ്കിൽ കരിമീൻ, ബ്രാല് അങ്ങനത്തെ മീനുകളൊന്നും തന്നെ ഇതിൽ വന്ന് കയറില്ല. ഈ ഒരു മീനിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മീൻ വന്നതിൻ്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ അതിന് തിരിച്ചു പോകാനായിട്ട് പെട്ടെന്ന് പറ്റൂല. അതിൻ്റെ ഉള്ളിൽ തന്നെ അത് ട്രാപ്പായി പോകും. റിവേഴ്സ് പോകാൻ അറിയാത്തതുകൊണ്ടാണെന്ന് അറിയില്ല, അതിനുള്ളിൽ ട്രാപ്പായി അവിടെ കിടക്കും നമ്മുടെ കയ്യിലേക്ക്. പിന്നെ നമുക്ക് അതിൽ നിന്ന് കിട്ടുന്നൊരു എക്സ്പീരിയൻസ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ടങ്കി സുമ്മയ്ക്ക് നമുക്ക് മീൻ കയറി കഴിഞ്ഞാൽ അത് ഫ്രണ്ടിലോട്ട് ഇങ്ങനെ കുത്തിക്കൊണ്ടിരിക്കും, നമ്മുടെ കയ്യിലേക്ക് ഒരു വലിവ് വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും അതിൻ്റെ ഉള്ളിൽ മീൻ പെട്ടിട്ടുണ്ടെന്ന്. അപ്പോൾ നമ്മൾ സാവധാനത്തിൽ വലിച്ചെടുത്താൽ മതി. പെട്ടെന്ന് വലിച്ചെടുത്താലും മീൻ പോകും. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് വലിക്കുമ്പോൾ വെള്ളം അതിലേക്ക് തിരിച്ച് കയറുന്ന സമയത്ത് ആ ഒരു ഇളക്കത്തിൽ മീൻ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഒരു ഫ്ലോയിൽ തന്നെ നമ്മൾ വലിച്ചെടുത്ത് കഴിഞ്ഞാൽ എന്തായാലും മീൻ കിട്ടും. അപ്പോൾ കണമ്പ് മീനുകളുള്ള സ്പോട്ട് നിങ്ങളുടെ ഏരിയയിലുണ്ടെങ്കിൽ എന്തായാലും പരീക്ഷിച്ച് നോക്കുക. പ്രത്യേകിച്ച് പാലത്തിൻ്റെ ഏരിയ, അങ്ങനത്തെ പുഴയായിട്ട് ബന്ധപ്പെട്ട സ്ഥലങ്ങളിലൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്ക്. സംഭവം എന്തായാലും റിസൾട്ട് ഉണ്ട്. അപ്പോൾ ഇത്രേ ഉള്ളൂ. ബൈ.